നന്മയുടെയും തിന്മയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും ബോധമുണർത്തും ഇശൽ കഹാനി എന്ന നമ്മുടെ ഈ റൗണ്ട്. ആദ്യ ഗാനം പാടാനെത്തുന്നു സുൽത്താൻ ബാദുഷാ. സംഗീതം കരയിക്കും നേദ്യം കർബലയല്ലോ കർബലയല്ലോ കരൾപൊട്ടി
ഉഷ. ഹായ്. ഖത്തറിലെ പ്രോഗ്രാമൊക്കെ അടിച്ച് പൊളിച്ച് വന്ന് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഖത്തറിലെ പ്രോഗ്രാമൊക്കെ? കുഴപ്പമില്ല, ഉഷാറായി. കുഴപ്പമില്ല, ഉഷാറായിരുന്നു അല്ലേ? ഏതാ നമ്മുടെ 14-ാം രാവിലെ പാടിയ പാട്ടിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നോ? അതൊക്കെയാണോ പാടിയത്? അതന്നെ പാടി. ആഹോ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? ആവശ്യപ്പെട്ടതാണ്. എന്ത് പറയണം നമ്മുടെ 14-ാം രാവിൻ്റെ ഖത്തർ നിവാസികളുടെ ഒരു ഫീഡ്ബാക്ക്? നമ്മുടെ 14-ാം രാവിന് അവിടെ വളരെ ആരാധകരുണ്ട്. പിന്നെ ഓർക്കസ്ട്ര, ജഡ്ജസ്, വൈജി ചേച്ചി, എല്ലാവർക്കും നല്ല ആരാധകരുണ്ട്. ഓക്കെ, കാതോർത്തിരിക്കുന്നു. ഇല്ലേ. ഓക്കെ, എന്തായാലും ഖത്തർ നിവാസികൾക്ക് നമ്മുടെ ഒരു ഹായ് കൊടുക്കാം അല്ലേ? ഓക്കെ. കുപ്പായം ഖത്തറിന് നിന്റെ സംഘാടകരുടെ സ്പെഷ്യൽ റിക്വസ്റ്റും കൂടിയാണ് അല്ലേ? നമ്മുടെ 14-ാം രാവിലെ അത് ഇട്ടിട്ടൊരു പാട്ട് പാടണമെന്നത്. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ അതെ, കലക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി പാട്ടിലേക്ക് വരാം. നന്നായിട്ട് പാടി, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഈ ഒരു യുദ്ധത്തിൻ്റെ ഇതാണ് അല്ലേ, കഥയാണ് പറയണത്. ഇശൽ കഹാനി റൗണ്ടിലെ ഫസ്റ്റ് സോങ്ങാണ് നമ്മുടെ. അടിപൊളിയായിരുന്നു. ഇനി ആരത് സെലക്ട് ചെയ്തതെന്ന്? ഇത് ഷെരീഫ് സാറാണ് സെലക്ട് ചെയ്തത്. പ്രാക്ടീസ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയിരുന്നു? ഖത്തറിൽ പോയിട്ട് വേഗം തിരിച്ചു വന്നു? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എങ്ങനെ? ഇല്ല, ഒറ്റ പ്രോഗ്രാമുള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം പാട്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. ഓക്കെ ഫൈസൽ സാർ. ബാദുഷയ്ക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തത് ഷെരീഫ് സാർ. അതാണ്, ഒരുപാട് ഷെരീഫ് ഉണ്ടല്ലോ. ഇത് ഏത് ഷെരീഫ് സാറാ? നമ്മുടെ വിശാഖിൻ്റെ സാറാണ്. വിശാഖിൻ്റെ സാർ. നമ്മുടെ കടന്ന മണ്ണ ഷെരീഫ് മാഷ്. ഇത് ചരിത്രത്തിലെ ഒരു ദുരന്ത കഥയാണ്, ശോക സാന്ദ്രമായ ഒരു സംഭവമാണ് ഈ കർബല എന്ന് പറയുന്നത്. ആ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഷെയ്ഖ് യസീദിൻ്റെ ഭരണകാലത്ത് കൂഫയിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സിയാദിൻ്റെ ആ ഒരു കൂഫയിലെ ഗവർണറാണ് ഇബ്നു സിയാദ്. ഈ ഭരണത്തിനെതിരെ നബി തിരുമേനിയുടെ പേരമകൻ ഫാത്തിമ ബീവിയുടെ മകൻ ഹുസൈനാർ തങ്ങൾ, ഹസൻ ഹുസൈൻ എന്ന് കേട്ടില്ലേ, അതിൽ ഹുസൈൻ തങ്ങൾ നടത്തുന്ന ഒരു സമരമാണ്. ഈ ഒരു ചരിത്രത്തിൽ, ഈ ഒരു സംഭവത്തിൽ ഈ ഹുസൈൻ തങ്ങൾ മരിക്കുകയാണ്, കുടുംബവും അനാഥമാവുകയാണ്, അല്ലെങ്കിൽ അവർ നശിക്കപ്പെടുകയാണെന്നുള്ളതാണ്. അവർ എന്താ പറയുക, ചരിത്രത്തിലേതോ ഒരുപാട് നിണമണിഞ്ഞ കർബല, കണ്ണീരണിഞ്ഞ കർബല എന്നൊക്കെ കഥാപ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്. ഇത് ചരിത്രത്തിലെ ഒരു എന്താ പറയുക, നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ശരിക്കും ഒരു എന്താ പറയുക, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. ഇതൊരുപാട് ആളുകൾ ഇതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാട്ട് പാടിയിട്ടുണ്ട് KG സത്താർക്കയൊക്കെ ഈ പാട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങൾ. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് കർബല കിസ്സപ്പാട്ട് എന്ന് പറയുന്ന ഒരു കിസ്സപ്പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചരിത്രത്തിലെ ഒരു സംഭവമാണ് മോനിവിടെ പാടിയത്. ഇത് എഴുതിയത് OM കരുവാരക്കൊണ്ടാണ്. ഇത് പാടിയതും സംഗീതം ചെയ്തതും നമ്മുടെ മുമ്പ് ഇവിടെ ഗസ്റ്റായിട്ട് വന്ന പുല്ലാങ്കോട് ഹംസ ഖാനാണ്. ബാദു, ഹായ്. എന്ത് നല്ല ഭംഗി. ഇത് ഖത്തർ സ്പോൺസേർഡ് സൂട്ടാണല്ലേ? ഷൂസോ? ഷൂസേ വാങ്ങിച്ചോ? ആണോ മോനെ? പാട്ട് നല്ലോണം പാടിയിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം ഭാഷ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ കണ്ടുപിടിച്ചത് നമ്മുടെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ബിഗിനിങ്ങിൽ ലോ പിച്ചിൽ തുടങ്ങുന്നുണ്ടല്ലോ, അവിടെ മാത്രം കുറച്ചൊരു സ്ട്രെയിൻ പോലെ എനിക്ക് ഫീൽ. അപ്പം അതുകൊണ്ട് ലിറിക്ക് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല സ്റ്റൈലിൽ തന്നെ പാടി, സ്റ്റൈലിൽ പാടി. കേട്ടാ? താങ്ക് യു ഷാൻ സർ. രണിത. ബാദു, ഹായ്. നന്നായിട്ട് പാടിയിട്ടോ. താങ്ക് യു. പാടാൻ നല്ല ടഫാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സോങ്ങിൻ്റെ കാരണം ആ ഹൈ നോട്ടൊക്കെ പോകുന്നിടത്തൊക്കെ ശ്രദ്ധിച്ചാണല്ലേ ബാദു എപ്പോഴും കൂളായിട്ട് പാടുന്ന പോലെയല്ല ഈ സോങ് പാടിയത് അല്ലേ? എനിക്ക് അങ്ങനെ തന്നെ തോന്നി. കാരണം ഒരുപാട് ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ലെങ്കിലേ അങ്ങനെയുള്ള നോട്ട്സ് വരുന്നുണ്ട്. അനുപല്ലവിയിൽ വരുന്നുണ്ട്, പല്ലവിയിൽ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചോട്ടോ. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. കാരണം അതൊക്കെ വേഗം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതാണ്. പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ സംഗതിൻ്റെ കാര്യങ്ങളൊന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിലൊരു മാറ്റമൊന്നുമില്ല. കയ്യിൽ കൂടുതലൊന്നും കൂടെ കൂടിയെന്ന് എനിക്ക് പറയാനും കൂടിയിട്ടുണ്ട്.
ഖത്തറിലൊക്കെ പോയി വന്നതിന് ശേഷം ഒന്നും കൂടെ അല്ലേ ഖത്തർ വിശേഷമൊക്കെ പറഞ്ഞു. നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 14 രാവിന് നല്ല വിജയമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അല്ലേ, പറഞ്ഞില്ലേ എല്ലാവരും? പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ട് അങ്ങനെ തോന്നി എനിക്ക് ആ മുഖത്ത്. വേറെ എന്തെങ്കിലും ഒരു അവസരം? MG സാറ് മാപ്പിളപ്പാട്ടിൻ്റെ ആൽബത്തിൽ പാടാൻ വിളിച്ചിട്ടുണ്ട്. അയ്യോ അത് വലിയൊരു അല്ലേ ബൈച്ചി, അയ്യോ. അപ്പോൾ എന്നിട്ട് എന്ത് തോന്നി? സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? എത്ര സന്തോഷം വന്നാലും ഇത്രേ ഉള്ളൂ അല്ലേ? സന്തോഷമുണ്ട്. ആ ഇതിലെല്ലാ സന്തോഷവും. ബാദു, അപ്പോൾ എന്താ പറയുക, ഇതന്നെയാണ് ഒരു വിജയം അല്ലേ? ഇനി അങ്ങോട്ടേക്ക് ഇനിയും വരട്ടെ അല്ലേ, ഒരുപാട് അവസരങ്ങൾ വരട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ കേട്ടപ്പം. ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ. 14 രാവ് അത്രയും റീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ. അത്രയും പേരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ 14 അല്ല, രാവ് എന്നോട് പാടിയ പലരും പാട്ടുകൾ റിക്വസ്റ്റ് പറയുന്നതുമാണ് ഇതിലെ കുട്ടികളെല്ലാം നന്നായിട്ട് പാടുന്നതാണ്, നല്ല പാട്ടുകളാണ് വരുന്നത്, ഒരുപാട് കേൾക്കാത്ത പാട്ടുകൾ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? MG സാറിന്റെ അത്രയും തിരക്കുള്ള ഒരു സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ഈ പാട്ട് കേൾക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടെന്നുള്ള. അതെ, സമയം. അതുപോലെ തന്നെ നമ്മൾ 14 രാവും ശ്രദ്ധിച്ചില്ലേ ഇല്ലേ? അതന്നെ. ഓക്കെ, താങ്ക് യു റഹനത്ത. അസീസ് ബാദുഷാ, എത്ര വയസ്സുണ്ട് മോന്? 13 വയസ്സ്. ഞാൻ മോൻ്റെ പ്രായവും വയസ്സും ഒക്കെ കണക്കൂട്ടിയിട്ടാണ് ഈ പാട്ടിനെ പറ്റി വിലയിരുത്തിയത്. വാസ്തവത്തിൽ ചില പാട്ടുകളൊക്കെ ആവേശമായി വളരെ ചിരിച്ചിരസിച്ച് പാടേണ്ട പാട്ട് തന്നെയാണ്. മകൻ തികച്ചും ഈ പാട്ട് പാടുമ്പോൾ ഗൗരവത്തോടെ പാടിയത്. അതിന് അവകാശമുണ്ട് മകന് പാടാൻ. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതന്നെ, കർബല യുദ്ധം തുടങ്ങുന്നത് 212 പേര്, ഹുസൈൻ പ്രവാചകൻ്റെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും, പേരക്കുട്ടി പ്രവാചകൻ്റെ പുത്രൻ എന്ന പേരക്കുട്ടി ഫാത്തിമാവിയുടെ മകൻ, 212 പേര് കൂഫയിലേക്ക് യാത്ര പോയത് യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല. കൂഫയുടെ ഭരണാധികാരി യസീദായിരുന്നു. യസീദിൻ്റെ ഭരണത്തിൽ അവിടുത്തെ നാട്ടുകാർക്ക് വിഷമമുള്ളതുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഹുസൈനും സംഘത്തെയും കൂഫയിലേക്ക് ക്ഷണിച്ചു. അവർ യുദ്ധത്തിനല്ലായിരുന്നു പോയത്. ഫുറാത്ത് നദി, യൂഫ്രട്ടീസ് നദി, അവിടെ എത്തിയപ്പോഴും ദാഹത്തിന് വലഞ്ഞ ഒരു 18 വയസ്സ് പ്രായമായ കുട്ടി. ഈ കുട്ടിക്ക് വെള്ളത്തിന് പകരം ഇബ്നു സിയാദല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ നിന്ന് ഒരു മൂഢൻ അമ്പെയ്തു ആ കുട്ടിയെ കൊന്നു. വെള്ളം ചോദിച്ച കുട്ടിയുടെ തൊണ്ടയിലേക്ക് ശരമെയ്ത്. അവിടെ നിന്നാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പം ഒരു കുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരുടെ, ചെറിയ കുട്ടികളുടെ വികാരമാണ് ബാദുഷ ഇവിടെ പ്രകടിപ്പിച്ചത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ കമൻസ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാൻ സർ. ബാദുഷാ, 27 ആണ് എൻ്റെ മാർക്ക്. കൂടാതെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു സെറ്റപ്പിനും ഖത്തറുകാർക്കും വേണ്ടി ഒരു എക്സ്ട്രാ 0.5, 27.5. താങ്ക് യു. സോ ഔട്ട് ഓഫ് 30, 27.5. താങ്ക് യു ഷാൻ സർ. ഫൈസൽ സർ. 27. താങ്ക് യു. ഓക്കെ, ഔട്ട് ഓഫ് 30, 27 മാർക്സ് ആണ് ഫൈസൽ സാർ നൽകിയിരിക്കുന്നത്. ഇനി രഹനത്തോട് ചോദിച്ചു നോക്കാം. രഹനത്ത. 27. ഓക്കെ, ഔട്ട് ഓഫ് 30, 27. അസീസ് സർ, ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് കൊടുക്കുന്നത് ബാദുഷയ്ക്ക്? 8.5 മാർക്ക്. ഔട്ട് ഓഫ് 10, 8.5 മാർക്സ് ആണ് നമ്മുടെ അസീസ് സാർ നൽകിയിരിക്കുന്നത്. സോ ടോട്ടൽ സ്കോർ ഔട്ട് ഓഫ് 100, 90 മാർക്സ് അല്ലേ? ഇഷൽ കഹാനി റൗണ്ടിൽ സ്കോർ ചെയ്തു. എന്തായാലും ഖത്തറിൽ പോയതിൻ്റെ ഒരു ഉഷാറൊക്കെ കാണുന്നുണ്ട് അല്ലേ? അല്ലെങ്കിലും ഉഷാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി കൂടിയോ? അങ്ങനെയൊന്നുമില്ല. ഖത്തറുകാർ കാണുന്നുണ്ട് കേട്ടോ. ഇനിയും വേണ്ടേ പ്രോഗ്രാമൊക്കെ? കൂടിയിട്ടില്ലേ? ധൈര്യമായിട്ട് പറ കൂടിയിട്ടുണ്ടെന്ന്. കൂടിയിട്ടുണ്ട്.